ഹലോ ഗൈസ്, ഇന്ന് ഇങ്ങോട്ട് നോക്കി കെട്ടിയോളെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടെയാ പോണേ? ഉറക്കിയൊക്കെ പറ. ഇല്ല പറ. ഇറാനി സൂക്കാൻ കോർണിഷ്. അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബസ് കയറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഭൂമിക്കടി കൂടെ വീണ്ടും നമ്മൾ പോവാട്ടോ. ഇതാണ് നമ്മുടെ ബസ് കാർഡ്, ഖത്തറിലെ ബസ് കാർഡ്. ഇത് യൂസ് ചെയ്താട്ടോ നമ്മുടെ ബസ്. ഇത് റീചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തീരുന്നോടം വരെ നമുക്ക് ഇതുകൊണ്ട് ബസ്സിൽ പോകാം. മിനിമം 10 റിയാൽ ഈ കാർഡിലുണ്ടാവണം. പിന്നെ കയറുന്ന സ്റ്റോപ്പിൽ നിന്ന് ആദ്യം ആ ബസ് എവിടെ വരെ പോകുന്ന ആ പൈസ കട്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് 2 പ്രാവശ്യം സ്കാൻ ചെയ്യും. ആദ്യം കയറുമ്പോൾ രണ്ടാമതാണ് ഇറങ്ങുമ്പം നമ്മൾ ഏതൊരു സ്റ്റോപ്പ് വരെ പോയും ആ സ്റ്റോപ്പിൻ്റെ പൈസ കട്ടാവും. അത് ഇവൻ നമ്മൾ കാർഡ് സ്കാൻ ചെയ്യാൻ ഇവൻ മറന്നു പോയാൽ ആ ബസ് എവിടെ വരെ പോകുന്ന ആ പൈസ മൊത്തം കട്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കയറുമ്പം ഒന്ന് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യണം, നമുക്ക് ഇതിൽ കയറാൻ പറ്റും. ഇറങ്ങുന്നത് സ്കാൻ ചെയ്യണം. ഇതാട്ടോ നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം. ആ സ്ക്രീനിൽ കാണുന്ന അത് നമ്മൾ പോണ റൂട്ടാട്ടോ കാണിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോപ്പ് ബട്ടണുണ്ട്. ഈ ബട്ടൺ നമുക്ക് ഇറങ്ങേണ്ട ഏത് സ്റ്റോപ്പാണോ ആ സ്റ്റോപ്പ് എത്തുമ്പോൾ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കവിടെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ. അവിടെ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷനുകളൊക്കെ ആ സ്ക്രീനിൽ നമുക്ക് കാണും. നമ്മുടെ നാട്ടിലെ ബസ്സിന് ഇങ്ങനെ പുഷ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ വോൾവോ ബസ്, AC ബസ്സൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് പോകണതല്ലല്ലോ ഉണ്ടാവുക. ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബസ്സാട്ടോ ഇത്. ഇവിടുത്തെ ബസ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ ചാരി ഇരിക്കാനും ഒക്കെ AC ബസ്സാണ് ഇവിടുത്തെ. ഫുള്ള് ഗവൺമെൻറ് ഫുൾ ബസ് AC ബസ്സാണ്. ഫുൾ ഇലക്ട്രിക് ബസ്സാണ്. ഇറങ്ങാനായില്ലേ? അതാണ് ഗൈസ് മാൾ ഓഫ് ഖത്തർ. ഓ രാജാവിൻ്റെ സൂര്യൻ നോക്ക്. നമ്മൾ ബസ് ഇറങ്ങാൻ പോവാണ്. ഇത് സ്കാൻ ചെയ്യുന്നത് കാണിച്ചു കേട്ടോ. ഇങ്ങനെയാട്ടോ ബസ് സ്കാൻ ചെയ്യുന്നത്. ഡെയിലി സെയിം പ്രോസസ്സിംഗ് ആട്ടോ ചെയ്യുന്നത്. ബസ് ഇറങ്ങുക, മെട്രോ കയറുക, സ്ഥലത്ത് പോവുക. ഇതാട്ടോ നമ്മുടെ മെട്രോ കാർഡ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. ഇനിയാട്ടോ മെട്രോ കാർഡ്.
എനിക്ക് അങ്ങനെയൊക്കെ മേടിച്ച് തരുമോ? അങ്ങോട്ടാണോ നമ്മള്? കേസ് നമുക്ക് പോവാനുള്ള മെട്രോ വരുന്നുണ്ട് കേട്ടോ. ഈ ഡോറ് മെട്രോ വരുമ്പോൾ മാത്രമേ തുറക്കത്തുള്ളൂ. നമുക്കല്ലാതെ പുറത്തുനിന്നൊന്നും ഇത് കാണാൻ പറ്റില്ല കേട്ടോ. ഈ മെട്രോന്റെ ഡോറും അങ്ങോട്ട് പോയത് വേറെയാണോ? ഓ ആ, നമ്മള് ഫ്രണ്ടിൽ തന്നെയാട്ടോ. നമുക്ക് ഫ്രണ്ടിലെ സീറ്റിലിരിക്കാം. വാ, നമുക്ക് പോകാനുള്ള ഓരോ സ്റ്റോപ്പുകളുടെ റൂട്ട് നമ്മുടെ നാട്ടിലെ മെട്രോ പോലൊക്കെ തന്നെയാണ്, സെയിം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഡ്രൈവർ വേറെ ആയിരിക്കും. ഇവിടുത്തെ നാട്ടിലെ നമ്മളാണ് ഡ്രൈവർ. ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി. അത് മറ്റേ ഈ മെട്രോ ഈ വണ്ടിയുടെ ഡോറും സ്റ്റേഷന്റെ ഡോറും ഒരുമിച്ചാണ് അടയാ. Station is Education City. Passengers are reminded not to leave their belongings unattended. هذا القطار متجه إلى مشيط. المحطة التالية هي നമ്മൾ നൈറ്റ് വന്നുകൊണ്ട് നമുക്ക് ഇത്രയും വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ കണ്ട വേറൊരു മെട്രോ ട്രെയിൻ ഓപ്പോസിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പുറത്താണെങ്കിലും ഇവിടുന്ന് നമ്മൾ നേരെ ഭൂമിക്ക് ഉള്ളിലേക്കാട്ടോ കേട്ടോ, ഉള്ളിൽ കൂടെ കേട്ടോ. ഇവിടുത്തെ മെട്രോ ഫുള്ള് ഇവിടുത്തെ മെട്രോന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തു കൂടെ പോകത്തേ ഇല്ല, എല്ലാം ഭൂമിക്ക് ഉള്ളിൽ കൂടെ ആട്ടോ പോകുന്നത്. ഇപ്പൊ ഒരു കുറച്ച് സെക്കൻഡിനുള്ളിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ചില സ്റ്റേഷനുകളിൽ മാത്രമേ ഇത് മുകളിലോട്ട് കയറത്തുള്ളൂ, അല്ലാത്ത സ്റ്റേഷനെല്ലാം താഴെ തന്നെയാണ്, ഭൂമിക്കുള്ളിൽ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ തുരങ്കത്തിന്റെ ഉള്ളിലോട്ടാണ് പോകണം, ഭൂമിന്റെ അടിയിലോട്ടാണ് പോകണം. നമ്മൾ ഭൂമിയുടെ ഉള്ളിൽ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫുള്ള് മെട്രോകളും അങ്ങനെ ആട്ടോ, എല്ലാം തുരങ്കത്തിന്റെ അടി കൂടെ, ഭൂമിയുടെ അടി കൂടെയാണ് ഫുൾ മെട്രോ ഉള്ളത്. വണ്ടിക്ക് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടിയുടെ ഡ്രൈവറായ മിസ്റ്റർ ആൽബിൻഡോസ് മിസിസ് റീതോ ജോൺ. എങ്ങോട്ടാ പോണേ? നമ്മൾ എഡ്യൂക്കേഷൻ സിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പം നമ്മൾ കയറി നടന്ന മാൾ ഓഫ് ഖത്തറിൽ നിന്ന് നമ്മൾ മിഷ്രീബ് എന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് വേറെ മെട്രോ മാറിക്കാണ് കേട്ടോ. അത് ഇവിടുത്തെ മെട്രോയ്ക്ക് ഒരു പ്രത്യേകത ഇല്ല. നമ്മൾ കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലൈനുകളാണ്, ഓരോ സ്ഥലത്തേക്ക് ഓരോ ലൈനുകളാണ്. അതായത് ഗ്രീന്, യെല്ലോ, റെഡ്. അതാണ് അവിടെ മിഷ്രീബാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. മിഷ്രീബിൽ നിന്നല്ല തിരിഞ്ഞ് പോണത്, ഡൈവേർട്ടായി പോണത് മിഷ്രീബിൽ നിന്നാണ്. അതായത് സെൻറ്ററാണ് മിഷ്രീബ്. അതായത് യെല്ലോ ലൈനിലുള്ളൊരു മിഷ്രീബ് വരും, റെഡ് ലൈനിലുള്ളൊരു മിഷ്രീബ് വരും, ഗ്രീൻ ലൈനിലുള്ളൊരു മിഷ്രീബ് വരും. എന്നിട്ട് അവിടെ നിന്ന് വേറെ എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ നിന്ന് ഡൈവേർട്ടായി പോകണത് അവിടെ നിന്ന് കേട്ടോ. അവിടെ പറഞ്ഞാൽ മനസ്സിലാവും, അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. റെഡ് തെളിഞ്ഞില്ലല്ലോ. هذه المحطة هي مستشفى حمد. Passengers are reminded not to leave their മെട്രോയുടെ belongings മുമ്പിൽ ചാടും. هذا القطار متجه إلى مشيط. المحطة التالية هي الكسر الأبيض. يجب على المتابعة لترك أمتعتهم بدون إغلاق. Station is the White Palace. هذه المحطة هي الكسر الأبيض. അങ്ങനെ നമ്മൾ മിഷറബ് എത്തിയിരിക്കുകയാണ്. ട്രാക്കുകൾ കണ്ടോ, പല പല ട്രാക്കുകൾ. ഇവിടെ നിന്നാട്ടോ നമ്മൾ ഇനി ഡൈവേർട്ടായി പോണത്. ഇത് നമുക്ക് യെല്ലോ ലൈനിലാട്ടോ പോകേണ്ടത്. Station is Mshera. Change here for the red line and the gold line.
هذه المنطقة هي تشير التبديل من هنا إلى الخط الأحمر والخط الذهبي. അവിടെ ഒരു ട്രെയിൻ ഉണ്ട്. പിന്നെ ഗോൾഡ് ലൈന്, ഗ്രീൻ ലൈന്, യെല്ലോ അല്ലേ? നമുക്ക് ഏതിലാ പോണ്ടേ? ഗോൾഡ് ലൈൻ. ഗോൾഡ് ലൈൻ നോക്കിയാൽ നമുക്ക് എവിടെ? അപ്പുറത്തുനിന്ന് കയറി ഇപ്പുറത്തോട്ട് ഇറങ്ങിയോ? എന്താ ഇനിയും താഴോട്ട് ഇറങ്ങണോ? അപ്പൊ നമ്മള് വന്നതിനെക്കാട്ടും താഴെ അടിയിലോട്ടോ? ഓ ഗേസ്, നമ്മൾ വീണ്ടും താഴോട്ട് ഭൂമിന്റെ അടിയിലോട്ട് പോവാട്ടോ. താഴെയാ? അല്ല, നമുക്ക് പോകാനോ അടുത്ത നെക്സ്റ്റ് സ്റ്റേഷൻ. അവിടെ ചെന്നിട്ടാണോ? ഒരെണ്ണം പോയി. മെയിൻ സ്റ്റേഷനല്ലേ? അടുത്ത ഇവിടുന്ന് അടുത്താണ്. ഇവിടെ നിക്കാം. ആ ലൈൻ കാണിച്ചിട്ട് വരാം. എവിടെയാ ലൈൻ? അതിനകത്ത് ഗോൾഡൻ ഇല്ലല്ലോ. യെസ്, ഇതാട്ടോ ഞാൻ പറഞ്ഞ ലൈനുകൾ. റെഡ് ലൈനും ഗ്രീൻ ലൈനും. നമ്മളിപ്പോൾ വന്നത് ആ ഗ്രീൻ ലൈനിലാണ്, അതായത് മാൾ ഓഫ് ഖത്തറിന്ന്, അറിഫ ഏറ്റവും മുകളിൽ നിന്ന്. പിന്നെയുള്ളത് റെഡ്. നമ്മളിപ്പോൾ പോകാൻ പോണത് ഗോൾഡൻ ലൈനിൽ കൂടെ ആട്ടോ, അതായത് യെല്ലോ ലൈന്. അതാട്ടോ 3 ലൈനുകൾ. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ റെഡ് ലൈനും ഗ്രീൻ ലൈനും നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ മുകളിലാട്ടോ ഉള്ളത്. ഇപ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെയും താഴെ ഉള്ളത്. അപ്പം ഭൂമിയുടെ ഏറ്റവും നമ്മൾ എന്തോരം അടിയിലായിരിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. നമുക്കുള്ള ട്രെയിൻ ഇപ്പോൾ വരും. നമുക്ക് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്കുള്ള ട്രെയിൻ വന്നിരിക്കുന്നു. നമുക്കുള്ള ട്രെയിൻ ഇതാ വന്നു കഴിഞ്ഞു. കടപ്പൂറൊക്കെ കയറി പോകണം. ഇരിക്കാവോ? എന്താ നമ്മൾ സൂക്ക് സ്റ്റേഷനിലെത്തി കേട്ടോ. ഇവിടുന്ന് നമ്മൾ എങ്ങനെ പോണേ? ഓ മൈ ഗോഡ്, 2 പേരോ? ഓതോ നമ്മൾ കയറിയ ലിഫ്റ്റിൽ ഓവർലോഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു സൽക്രമം ചെയ്ത് പുറത്തിറങ്ങി. ഇനി അടുത്തത് വരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അതിനകത്ത് ഫുൾ ആ ചേച്ചിമാർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്തിനാണെന്ന് അറിയത്തില്ല. ഫാമിലി കാർഡ്
വീഡിയോ എടുക്കാൻ പറ്റില്ലേ? എവിടെ പോലീസ്? അല്ല, നമ്മള് ഔട്ട് ചാടുക കേട്ടോ. അല്ലെ നോക്കിയിട്ട് പോവാം. ബാ. ആ, നമ്മൾ ഇനിയിപ്പോ നമ്മുടെ കാർഡിൽ എത്ര ബാലൻസ് ഉണ്ടോ നോക്കാൻ പോവാട്ടോ. അപ്പോ 2 രൂപ മറ്റാ 4 രൂപ ഇതുവരെ പോയിട്ടുള്ളൂ അല്ലേ? ഒന്നില് 22, ഒന്നില് ഇതല്ലേ? ആ, ലുക്ക് ഫ്രണ്ട്സ്, എന്ത് ഭംഗിയല്ലേ ഇവിടുത്തെ ഇത് കാണാൻ. ഇത് നമ്മൾ -2 ഇപ്പം മുകളിലോട്ട് വന്നത്. അതായത് അത്ര അടിയിലായിരുന്നു നമ്മുടെ പ്ലാറ്റ്ഫോം. കണ്ടോ ഗൈസ്, എൻ്റെ കെട്ടിയവൻ എന്നെ ചീത്ത പറയുന്നു, ഞാൻ സ്റ്റെയർ ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങാറില്ലാന്ന്. എങ്ങനെയാണോ? ആ, നമുക്ക് ഈ സാധനത്തിൽ പോവാം. ഈ സാധനത്തിൽ നിങ്ങളതിൽ പോരാ, ഞാനിതിൽ വരാം. അവിടെ 6-യൊക്കെ മുഖം കാണിക്കാൻ പറ്റുമോ, 6-യൊക്കെ മുഖം കാണിക്കാൻ പറ്റില്ല, നമുക്കറിയത്തില്ല. അതുകൊണ്ട് പരമാവധി ഫ്ലോറ് മാത്രം കാണുക. ആൾക്കാർ വരുമ്പോൾ മാക്സിമം നമ്മൾ ക്യാമറ താഴോട്ടാക്കിയിടുക. കാരണം ഇവിടെ അനുവാദം ഇല്ലാതെ ആരുടെയും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ലെന്ന റൂൾസ്. സോ പരമാവധി നമ്മൾ മറച്ചു വയ്ക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഇന്ത്യയിൽ എന്ത് ഭംഗിയല്ലേ. ഏതോ സൂക്കെന്ന് പറഞ്ഞാ ഇതെന്താ? ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണോ? മാർക്കറ്റ്. ജിം ബൂമ്പാ തുറക്കുക സിസ്റ്റേ. അല്ല, അനുസരണമാണ്. ആ, നോക്കിച്ചല്ലോ. അടൂർ ഞാൻ സ്വന്തമായിട്ട് തുറക്കുന്നതാണല്ലോ. ഉണ്ടോ? തുറക്കുന്നില്ലേ? നീ മുമ്പാ തുറക്കുക സിസ്റ്റേ. അപ്പൊ അതെന്താ സൈഡിൽ സ്പെയർ കൊടുത്തേക്കുന്നത്? അത് ഡോറല്ല. ഓ, നമ്മൾ എന്ത് താഴെയായിരുന്നല്ലേ. അതെ, ഓണാക്കിയോ? വാ, ഇതെന്ത് ഇങ്ങനെ ഇരുട്ടായതാണോ? രാത്രിയായോ? നോക്ക ഫ്രണ്ട്സ്, നമ്മൾ മുകളിലെത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായി. താഴെ ഇതിൻ്റെ അടിയിലായിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ പുറത്ത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ പുറലോകമായിട്ട് മെട്രോയിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ പുറലോകമായിട്ട് ഒരു രക്ഷയില്ല. ഇത് നമ്മളിപ്പോൾ എങ്ങനെ സൂക്കിലോട്ട് കയറിയോ? ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇറാനി സൂക്ക്. അതായത് ഇറാനികൾ ഉണ്ടാക്കിയതല്ലേ. അതെ, അപ്പൊ നമ്മൾ ഇറാനികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതെ, ബാക്കി വേണ്ടവർ ഗൂഗിളിൽ തപ്പുക. ഖത്തറിലെ ഇറാനി സൂക്കൊന്ന് അടിച്ചെടുത്താൽ മതി അല്ലേ. വേണ്ട, ചായ ഇറാനി ചായ ആണോ? കളർഫുൾ ഉള്ള സ്ഥലത്തേക്ക് പോവാം.
ഇത് കല്ലിൽ വന്നതാണ്. മൊത്തം കല്ലിലാണ്. കൂടെ കൊടുത്തേക്കുന്നതാണ് മറ്റേ മരങ്ങളാണ്. പഴയ കാലത്തെ ഡിസൈനുകളായിരുന്നു. കല്ലാണത്. അറബിച്ചട്ടൻ അതോ വിമാനം പോണു. വിമാനമാണോ അത്? ഇതാ ഫ്രണ്ട്സ്, ഒരു ഫ്ലൈറ്റ് പോണു. ഇതാണ് നമ്മുടെ ഖത്തറിന്റെ ഫ്ലാഗ്. ആർക്കും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അതെ അതെ ഫ്രണ്ട്സ്, നമുക്ക് വായി നോക്കാൻ ഇഷ്ടം പോലെ മദാമ്മമാരുണ്ട്, അറബികളുണ്ട്, സായിപ്പന്മാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് ആരെ വേണമെങ്കിലും വായി നോക്കാം. അതെ അതെ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കോർണർ. നമ്മള് ഫ്രണ്ട് എത്തി. ഇവിടെ നടക്കാനോ ഉള്ളോ കോർണിഷിലോട്ട്? കേറാൻ പറ്റാണ്ടല്ലേ? ഓ, നമ്മുടെ നാട്ടിലെ പോലത്തെ ബലൂണ്. ഇവിടുത്തെ പോലെ ബലൂൺ നാട്ടിലാന്ന് പറയണ. ഓ, എക്സിബിഷൻ ആണോ? ഈന്തപ്പഴത്തിന്റെ എക്സിബിഷൻ ആണ്. ഈ ഈന്തപ്പഴം വിൽക്കുന്ന ചേട്ടനൊരു മലയാളി ചേട്ടനാട്ടോ. ഇതൊരു മലയാളിയാണല്ലോ കണ്ടിട്ട്. ചേട്ടന്റെ പേരെന്താ? അതെന്താ പേര് പറയൂ ചേട്ടാ. നാടെവിടെയാ? നാട്ടിൽ വന്ന് നമുക്ക് കാണാലോ. നാടെവിടെയാ ചേട്ടാ? അങ്ങനെ പറയല്ലേ. ഇനി എങ്ങോട്ടാ? സൗദി അറേബ്യ. ഓരോ സ്ഥലത്തെയാണോ? ഓ, ഇതൊക്കെ ഖത്തറാണല്ലോ. മൊത്തം ഡേറ്റ് ഫെസ്റ്റിവൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അറബി ചേട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. ഒരു മാർക്കറ്റ് ആണത്. നമ്മുടെ SM സ്ട്രീറ്റ് പോലെ ഗൈസ്. അല്ല, അതെ, അങ്ങനെ പറയരുത്. അലമ്പാന്ന് പറയരുത്. നമ്മുടെ നാടിന് അലമ്പല്ല. അതെ, കുറച്ച് വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള ഒരു SM സ്ട്രീറ്റ്. വീഡിയോ ഓണം ചേട്ടാ. ഇതിനാ
ഇല്ലേ പല പല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് കേട്ടോ ഗൈസ്, കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെക്യൂരിറ്റീസ് ഉണ്ട്, പിന്നെ കുറെ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കണം. ഇച്ചിരി പുഴുവിനെ എടുക്കട്ടെ പിന്നെ. എല്ലാത്തിനും ഇത് മറ്റേ ഐസ്ക്രീം കളിപ്പിക്കുവേ എന്താ? ആണോ? എത്ര രൂപ? ചോദിച്ചോക്കെ. അത് കയറി ചെയ്യണം. ചെറിയ കുതിരയുണ്ട്. സോ എനിക്ക് ആ കളിപ്പികളിൽ കയറാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഐസ്ക്രീം വേണ്ടാന്ന് വെച്ചു ഗൈസ്. എനിക്ക് വേണ്ട. ഓ, ഈ സാധനമല്ലേ നമ്മൾ ആ കെട്ടിടമല്ലേ നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടേ? ഇത് പനാറ്. പനാറോ? അതെന്താ? പള്ളിയാണ്. ആ കുതിരേന്റെ കാല് കണ്ടോ? സോക്സ് ഇട്ട പോലെ മുടി വളർത്തിയ ടൈപ്പ് കുതിരയാണ്. അത് പുറത്ത് കയറിയിരുന്ന് ഫാൽക്കൺ പറഞ്ഞൊരു പക്ഷിയാണ്. അത് പരുന്തല്ല, ആ വർഗത്തിൽപ്പെട്ടൊരു കിളിയാണ്. നമുക്ക് അതിനെ അവിടെ പോയി കഴിഞ്ഞാൽ ഗ്ലൗസ് കാര്യം വെച്ച് പൈസ കൊടുക്കണ്ടേ? ഇങ്ങനെ വളർത്തുന്നതാണ്. കയ്യിലിങ്ങനെ വെച്ചിരിക്കും. പിന്നെ കണ്ണെപ്പോഴും കണ്ണ് മൂടി വെച്ചിട്ട് എന്താ ഭയങ്കര കടിച്ചു കിട്ടിയിട്ടേക്കോ അല്ലേ? ഓ, നമ്മുടെ ഡോമാഞ്ചറിയും കിറ്റും ക്യാറ്റും എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. 20 റിയാൽ. അതുങ്ങളെ ഒട്ടകത്തിന്, ഇതാണ് ഒട്ടകം. ഒട്ടകത്തിന് എന്തുകൊണ്ടാണ് മോം മറച്ചു വെച്ചേക്കുന്നത് പറഞ്ഞാല്, ഒട്ടകം കുറച്ച് അക്രമകാരിയാണ്. ഒട്ടകത്തിന് അക്രമകാരി ഇതായിരുന്നു ഒട്ടകോ? കടിക്കുകയത്. അതുകൊണ്ടാണ് അതിന്റെ ഇത് മറച്ചു വെച്ചേക്കുന്നത്. കടിക്കുകയും ചെയ്യും, തൊഴിക്കുകയും ചെയ്യും. രണ്ട് ടൈപ്പായിട്ട് നമ്മളെ ആക്രമിക്കുന്നത്. ഓ ഇതൊക്കെ എന്ത് വൃത്തിയുള്ള ഒട്ടകമാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ ഒട്ടകത്തിനൊക്കെ കണ്ടോണ്ടല്ലോ. കോഴിക്കോട് ബീച്ചിലെ ഒട്ടകം അതൊക്കെ വയസ്സനായതാ. ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഇവിടെ എല്ലാം ലീഗലി നല്ല ഹെൽത്തി ആയിട്ടുള്ള അങ്ങനത്തെ ഒട്ടകങ്ങളൊക്കെ പറ്റും. ലോക്കൽ ഒട്ടകമൊന്നും ഇവിടെ അലൗഡല്ല. ഫൈൻ അടയ്ക്കുന്നില്ല. അത് ആ കുതിര പുറത്ത് കയറി പോന്നു. അതെ, ഒരു കൊച്ചു പോകുന്നു ഗൈസ്. സൂക്കിന്ന് എങ്ങോട്ടാ പോണേ? കോർണിഷിലോട്ട് പോവാട്ടോ. നമ്മുടെ ഇറാനി സൂക്കിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെറിയ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. കോർണിഷിലെ വിശേഷങ്ങളും സൂക്കിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.